ുമായിരുന്നു. അങ്ങനെ പറയാനുള്ള കാരണം ആ സഹാബിക്ക് 6 നല്ല ഗുണങ്ങൾ ഉണ്ടായിരുന്നു. ആ ഗുണങ്ങൾ പഠിക്കാൻ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആ 6 നല്ല ഗുണം ഉണ്ടെങ്കിൽ നാളെ മുത്തുനബിയുടെ കയ്യിൽ പിടിച്ച് മുത്തുനബിയുടെ കൂട്ടുകാരനായി സ്വർഗത്തിൽ പോകാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് 18-ാം തീയതിയാന്ന് തോന്നുന്നു, 18-ഓ 19-ആം തീയതി ഇൻഷാ അല്ലാഹ് അള്ളാഹു പഠിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ പബ്ലിസിറ്റി ചെയ്തതല്ല, എല്ലാവരും അങ്ങോട്ട് വരാൻ എനിക്ക് ആവശ്യമൊന്നുമില്ല. നിങ്ങളൊക്കെ വന്നാലും ഞാൻ വഴുതു പറയും, ഇല്ലെങ്കിൽ ഞാൻ മൈക്ക് സെറ്റുകാരനെ വെച്ചിട്ടും വഴുതു പറയും. അതാണ് അള്ളാഹുവിന്റെ ഇൽമ. അങ്ങനെയാണല്ലോ, ഇൽമ പറഞ്ഞു കൊടുക്കുന്നതിൽ ആള് കൂടണമെന്നൊന്നുമില്ല. പഠിച്ച ഇൽമ പറഞ്ഞു കൊടുക്കുക, അതിൽ ഇഖ്ലാസ് ഉണ്ടായാൽ മാത്രം മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മനുഷ്യന്മാരെ അള്ളാഹു ഇഖ്ലാസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ചങ്ങാതിയൊക്കെ മൈക്കിലൂടെ പറയുന്നത് കേൾക്കുമ്പോ നെഞ്ചു പൊട്ട, അഹങ്കാരം എങ്ങനെ വരാതെ. അതാണല്ലോ പറയുന്നത്. ഒരു മഹാന്റെ മുന്നിൽ ഇബ്ലീസ് കടന്നു. ഒരു മഹാന്റെ മുന്നിൽ ഇബ്ലീസ് കടന്നു നിന്നിട്ട് പറഞ്ഞു, 40 വർഷമായിട്ട് ഞാൻ നിങ്ങളെ പിഴപ്പിക്കാൻ നടക്കാം, ഞാൻ തോറ്റു, ഞാൻ പോവാ. എന്താ പറഞ്ഞു? ഇബ്ലീസ് ഒരു മനുഷ്യന്റെ അടുത്ത് എന്നിട്ട് പറയാ, ഒരു മഹാന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, 40 കൊല്ലം കൊണ്ട് ഞാൻ നിങ്ങളെ പിഴപ്പിക്കാൻ നോക്കിയിട്ട് നിങ്ങൾ പിഴച്ചില്ല, നിങ്ങളുടെ മുന്നിൽ ഞാൻ തോറ്റുപോയി, ഞാൻ പോവാന്ന്. അപ്പൊ ആ മഹാൻ പറഞ്ഞ എന്തെന്നറിയോ? എടാ, ഇങ്ങനെ പറഞ്ഞാലും എനിക്ക് അഹങ്കാരം ഉണ്ടാവത്തില്ല. ഇങ്ങനെ പറയുമ്പോ മനുഷ്യന് തോന്നുമല്ലോ, എടാ എന്റെ മുന്നിൽ ശൈത്താൻ തോറ്റല്ലോ എന്ന് വെച്ചപ്പോ അഹങ്കാരം തോന്നാം. അതുകൊണ്ട് അപ്പോഴും പറഞ്ഞത് നീ പറഞ്ഞാലും എനിക്ക് ഉണ്ടാകില്ല എന്ന്. അതുപോലെ ചിലതൊക്കെ പറയുമ്പോ അർശന്റെ മോളിൽ കയറ്റുമ്പോ ഇത്തിരി താഴെയൊക്കെ വെക്കാൻ എങ്ങനെയൊക്കെ പറയണ്ട. അള്ളാഹു നമുക്കൊക്കെ അഹങ്കാരം അള്ളാഹു തരാതിരിക്കുമാറാകട്ടെ. അള്ളാഹു അഹങ്കാരികളെ തൊട്ട് കാക്കുമാറാകട്ടെ. അപ്പൊ ജുമാ നിസ്കരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം ഒന്ന് പറഞ്ഞ, എത്ര കൊല്ലത്തെ ഇബാദത്ത് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ആഴ്ച പോയി വാങ്ങുന്ന നിയത്ത് ചെയ്യുന്നവരൊക്കെ കൈവക്ക്. അൽഹംദുലില്ലാഹ്. ഉസ്താദ്, ഖത്തീബ് ഉസ്താദ് ആരാ ഇവിടുത്തെ? നോക്കിയോ, ഇന്ന് പള്ളി നിറയും. നിങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക്, നിങ്ങൾ വെള്ളിയാഴ്ച പള്ളിക്കകത്ത് ചെല്ലുമ്പോഴത്തേക്ക് നിറയോ ഇല്ലയോ നപ്പ അറിയാം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ചരിത്രത്തിൽ കാണാം അബുൽ ഖാസിം ജുനൈദുൽ ബഅദാദി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളുടെ ചരിത്രം. ജുനൈദുൽ ബഅദാദി റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോൾ ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലത്തെ കുറിച്ച് പറയുന്നത് കേട്ടപ്പോ അവിടെ നിന്ന് ചിന്തിച്ചു, അള്ളാഹുവേ, എനിക്ക് ഈ പ്രതിഫലം വേണം. വെള്ളിയാഴ്ച 1ാമത് പള്ളിയിൽ പോയ മനുഷ്യന്റെ പ്രതിഫലം എനിക്ക് വേണം. അങ്ങനെ വെള്ളിയാഴ്ച നേരത്തെ പള്ളിയിൽ പോയി നോക്കുമ്പോ പള്ളിക്കകത്ത് ആരുമില്ല. ജുനൈദുൽ ബഅദാദി റളിയല്ലാഹു തആല അൻഹു പള്ളിക്കകത്തിരുന്ന് ചിന്തിച്ചു, അല്ലാഹു, അപ്പോൾ 1ാമത് വന്ന പ്രതിഫലം എനിക്കായിരിക്കും. ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോ അതാ പള്ളിക്കകത്ത് നിന്ന് ഒരു അശരീരി കേൾക്കുകയാണ്, ഖദ് സുബിഖത്ത് അബുൽ ഖാസിം. അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങളെക്കാളും പ്രതിഫലവുമായിട്ട് ആള് പോയി. ജുനൈദുൽ ബഅദാദിയോട് അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു, മഹാനവറുകളോട് അവിടെ അശരീരി കേട്ടോ, നിങ്ങളെക്കാളും മുമ്പേ ഒരാൾ പള്ളിയിൽ വന്നിട്ട് പ്രതിഫലം വാങ്ങി. അള്ളാഹുവേ, മഹാനവറുകൾ ചിന്തിച്ചു, പടച്ചവൻ, അപ്പൊ ഈ ആഴ്ച പോയി, എന്നെക്കാളും മുമ്പേ ആരോ വന്നിട്ടുണ്ട്, അടുത്ത വെള്ളിയാഴ്ച ഇത്തിരി നേരത്തെ വരാമെന്ന് കരുതിയിട്ട് പിറ്റേ വെള്ളിയാഴ്ച ഇത്തിരി കൂടെ നേരത്തെ പോയി. 11 മണിക്ക് 10 മണിക്ക് പോയിരുന്ന ആള് പിറ്റേ വെള്ളിയാഴ്ച ഒരു 8:30 ആയപ്പോഴേ പോയി പള്ളിക്കകത്തിരുന്നു. നോക്കുമ്പോ പള്ളിക്കകത്ത് ആരുമില്ല. ജുനൈദുൽ ബഅദാദി തങ്ങൾ ചിന്തിച്ചു, അള്ളാഹുവേ, എനിക്കായിരിക്കും ഈ വെള്ളിയാഴ്ച 1ാമത് വന്ന പ്രതിഫലം. അപ്പോഴും അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഖദ് സുബിഖത്ത് അബുൽ ഖാസിം. മഹാനവറുകളോട് പറഞ്ഞു, ഇന്നും ഒരാൾ മുന്നേ പോയി. അള്ളാഹുവേ, മഹാനവറുകൾ വിചാരിച്ചു, അടുത്ത വെള്ളിയാഴ്ചയെങ്കിലും നേരത്തെ പോകാന്ന് വിചാരിച്ചിട്ട്, അനിയ ഒന്ന് വിളിയടവനെ, അടുത്ത വെള്ളിയാഴ്ചയെങ്കിലും എനിക്ക് പ്രതിഫലം കിട്ടണമെന്ന് വിചാരിച്ചിട്ട് 3ാമത്തെ വെള്ളിയാഴ്ച സുബഹിക്ക് പള്ളിയിൽ പോയതാ. അവിടെ തന്നെ അങ്ങിരുന്നു. 3ാമത്തെ വെള്ളിയാഴ്ച പള്ളിയിൽ സുബഹി നിസ്കരിക്കാൻ പോയിട്ട് അവിടെ തന്നെ അങ്ങിരുന്നു. കാരണം എന്തേ? എനിക്ക് ജുമയുടെ 1ാമത്തെ പ്രതിഫലം വേണം. പള്ളിക്കകത്തിരിക്കുക. സുബഹിക്ക് പോയിട്ട് പിന്നെ വീട്ടിൽ പോയില്ല. മഹാനവറുകൾ പള്ളിക്കകത്തിരിക്കുമ്പോ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, ഇന്നും പ്രതിഫലം നേരത്തെ ആള് കൊണ്ടുപോയി. അല്ലാഹുവേ, മഹാനായ ജുനൈദുൽ ബഅദാദി റളിയല്ലാഹു തആല അൻഹുവിനെ പള്ളിക്കകത്തിരുന്ന് ഒരു അശരീരി കേൾക്കുകയാണ്, ഖദ് സുബിഖത്ത് അബുൽ ഖാസിം. നിങ്ങളെക്കാളും മുമ്പേ ജുമയുടെ പ്രതിഫലവുമായിട്ട് ഒരു മനുഷ്യനെ കടന്നുപോയി. മഹാനവറുകൾ ചിന്തിച്ചു, ആദ്യത്തെ ദിവസം 10 മണിക്ക് വന്നു, 2ാമത്തെ വെള്ളിയാഴ്ച 8:30 വന്നു, 3ാമത്തെ വെള്ളിയാഴ്ച 4:30 പള്ളിയിൽ കയറിയതാ. സുബഹിക്ക് വന്നിട്ട് പോലും പടച്ചവരെ, എന്നെക്കാളും മുമ്പേ ഈ പള്ളിക്കകത്ത് നിന്ന് പ്രതിഫലം വാങ്ങിയ മനുഷ്യനാരാ? മഹാനവറുകൾക്ക് അത്ഭുതമായി. പടച്ചവനെ അവിടെ നിന്ന് ദുആ ചെയ്തു. അല്ലാഹുവിന്റെ മുന്നിൽ ദുആ ചെയ്യുന്ന പടച്ചവനെ ആരാ? അല്ലാഹ്.